ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുന്നെയാണ് ലോകത്തെ സകലമാന സംഗീത പ്രേമികളെയും ആവേശം കൊള്ളിച്ച ഗാനങ്ങളുമായി ബോണിയം എന്ന ബാൻഡിന്റെ വരവ്. 1970കളിലും 80കളിലും ലോകത്തിന്റെ ആവേശമായിരുന്നു ബോണിയം. ജർമ്മൻ സംഗീതജ്ഞനും നിർമ്മാതാവുമായ ഫ്രാങ്ക് ഫാരിയനാണ് ബോണിയമിന്റെ മുഖ്യ ശില്പി. ഇന്നും പാശ്ചാത്യ സംഗീത പ്രേമികളുടെ ഇടയിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ബോണിയം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ജനപ്രിയമായ മ്യൂസിക് ബാൻഡുകളിൽ ഒന്നായിരുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, അറബ് രാജ്യങ്ങൾ, ദക്ഷിണേഷ്യ, സോവിയറ്റ് യൂണിയൻ തുടങ്ങി ഭൂഭാഗങ്ങളിലെല്ലാം ബോണിയം ഒരു തരംഗമായി മാറി. അതേസമയം പാശ്ചാത്യ സംഗീതത്തിന് ഏറെ പ്രചാരമുള്ള അമേരിക്കയിൽ ബോണിയം വേണ്ടത്ര വിജയിച്ചുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ഫ്രാങ്ക് ഫാരിയൻ തുടക്കമിട്ട ഈ ഗ്രൂപ്പിലെ പ്രധാന കലാകാരന്മാർ ലിസ് മിഷേൽ, മർസിയ ബാരറ്റ്, മെയ്സി വില്യംസ്, ബോബി ഫാരൽ തുടങ്ങിയവരായിരുന്നു. 1974 ഫ്രാങ്ക് ഫാരിയൻ നിർമ്മിച്ച ഒരു ഗാനത്തോടെയാണ് ബോണിയം എന്ന ബാൻഡ് രൂപം കൊള്ളുന്നത്. ഫാരിയൻ ആയിടക്ക് കണ്ട ഡിറ്റക്റ്റീവ് പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരായ ബോണി എന്നതിനൊപ്പം എം എന്ന അക്ഷരം കൂടി ചേർത്താണ് ഈ ബാൻഡിന് പേരിടുന്നത്. തുടക്കത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും ക്രമേണ ബോണിയം നെതർലാൻഡ്സ്, ബെൽജിയം തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനപ്രിയത നേടാൻ തുടങ്ങി. ഇതേസമയം തന്നെ ഫാരിയൻ ബോണിയം ഒരു TV പരിപാടിയായി അവതരിപ്പിക്കാൻ വേണ്ടി ദൃശ്യ കലാകാരന്മാരെ അന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു. ഒരു ബുക്കിംഗ് ഏജൻസി വഴിയാണ് മോഡലും ഗായികയുമായ മെയ്സി വില്യംസിനെ ഫാരിയൻ കണ്ടെത്തുന്നത്. മെയ്സി വില്യംസ് ആണ് കരീബിയൻ ദ്വീപായ അറൂബയിൽ നിന്നുള്ള നർത്തകനായ ബോബി ഫാരലിനെ ഫാരിയന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു ആൺ നർത്തകനെ കൂടി തന്റെ സംഗീത വൃന്ദത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്ന ഫാരിയൻ ബോബി ഫാരലിനെ ബോണിയമിൽ ചേർത്തു. തുടർന്ന് ജമൈക്കൻ ഗായികയായ മാർസിയ ബാരറ്റും ബോണിയമിലെത്തി. ലെസ് ഹാംഷെയർ ബാൻഡിൽ നിന്നും ലിസ് മിഷൽ കൂടി വന്നതോടെ ബോണിയമിന്റെ സംഗീത ബാൻഡ് പൂർണ്ണമായി. 1976 സെപ്റ്റംബർ 18 ബോണിയം മ്യൂസിക് ലാതൻ എന്ന ലൈവ് മ്യൂസിക് പ്രോഗ്രാമിൽ പരിപാടി അവതരിപ്പിച്ചതോടെ ബോണിയമിന്റെ ജനപ്രീതി കുത്തനെ ഉയർന്നു. തൊട്ടടുത്ത ആഴ്ചയിൽ ഡാഡി കൂൾ എന്ന ബോണിയം ഗാനം ജർമ്മൻ സംഗീത ചാർട്ടിൽ 1ാം സ്ഥാനത്തേക്ക് വന്നു. 1977 ബോണിയം തങ്ങളുടെ രണ്ടാമത്തെ സംഗീതാൽബമായ ലവ് ഫോർ സെയിൽ പുറത്തിറക്കി. ഈ ആൽബത്തിൽ മാ ബേക്കർ, ബെൽഫാസ്റ്റ് തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളും ഉണ്ടായിരുന്നു. 78 ബോണിയമിന്റെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായ റിവേഴ്സ് ഓഫ് ബാബിലോൺ പുറത്തിറങ്ങി. ബൈബിളിലെ ഒരു സംഗീതമാണ് ഈ പാട്ടായി മാറിയത്. ആ വർഷത്തിലെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നായും ഗ്രേറ്റ് ബ്രിട്ടനിലെ മ്യൂസിക് ചാർട്ടിൽ 1ാമതായും ഈ ഗാനം മാറി. അമേരിക്കയിലെ ബിൽബോർഡ് ഹോട്ട് 100ലെ ഏറ്റവും മികച്ച 5 ഗാനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗാനം അമേരിക്കൻ മ്യൂസിക് ചാർട്ടിൽ 30ാമത്തെ സ്ഥാനവും കരസ്ഥമാക്കി. പിന്നീട് ബോണിയം പുറത്തിറക്കിയ നൈറ്റ് ഫ്ലൈറ്റ് ടു വീനസ് വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ ആൽബത്തിലേതാണ് സൂപ്പർ ഹിറ്റായ റാസ്പുട്ടിൻ, ബ്രൗൺ ഗേൾ ഇൻ ദ റിംഗ് തുടങ്ങിയ ഗാനങ്ങൾ. ഇതേ വർഷം തന്നെയാണ് ബോണിയമിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്ത സോവിയറ്റ് യൂണിയൻ പര്യടനവും ഉണ്ടായത്. ശീതയുദ്ധത്തിന്റെ ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിൽ പര്യടനം നടത്തുക എന്നത് പാശ്ചാത്യ മ്യൂസിക് ബാൻഡുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. റാസ്പുട്ടിൻ എന്ന ഗാനത്തിലെ ഈരടികൾ വിലക്ക് കാരണം അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പര്യടനം സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും ബോണിയമിന്റെ ജനപ്രീതി കൂടാൻ കാരണമായി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയിലെ സാർ നിക്കോളാസ് രണ്ടാമന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സുഹൃത്തും ഉപദേശകനുമായ ഗ്രിഗറി റാസ്പുട്ടിനെ കുറിച്ചുള്ള ഗാനമാണിത്. ഗ്രൂപ്പിന്റെ സൃഷ്ടാവായ ഫ്രാങ്ക് ഫാരിയനാണ് ഇത് എഴുതിയത്. ഒരു പ്ലേ ബോയ്, മിസ്റ്റിക് ഹീലർ, പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ എന്നാണ് റാസ്പുട്ടിനെ ഈ പാട്ടിൽ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ വരികൾക്ക് റഷ്യയിൽ വിലക്ക് വന്നത്. എന്നാൽ റാറാ റാസ്പുട്ടിൻ ലവർ ഓഫ് ദ റഷ്യൻ ക്യൂൻ എന്ന വരികൾ കേട്ടാൽ അക്കാലത്ത് കിടപ്പ് രോഗികൾ വരെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ബോണിയമിന്റെ ഈ ടീം 1986 ഔദ്യോഗികമായി വേർപിരിഞ്ഞു. ബോബി ഫാരൽ 2010 അന്തരിച്ചു. 2024 ജനുവരി 23 തന്റെ 82ാം വയസ്സിൽ മിയാമിയിൽ വെച്ച് ഫാരിയനും മരിച്ചു. എങ്കിലും 50 വർഷങ്ങൾക്കിപ്പുറവും ബോണിയം അനശ്വരമായി തന്നെ നിലനിൽക്കുകയാണ്. പഴയ പല കാസറ്റ് കടകളിലും കാറുകളിലും ബസ്സുകളുടെ ഗ്ലാസ്സിലുമെല്ലാം സ്ഥിരമായി കണ്ടിരുന്ന ഒരു പേര് കൂടിയാണ് ബോണിയം എന്നത്. ഇപ്പോഴും ഒന്ന് പ്ലേ ചെയ്താൽ ആ പാട്ടുകൾ മുഴുവനായി കേൾക്കുന്നവരാകും കൂടുതൽ ആളുകളും. കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകളാണ് നമുക്ക് ബോണിയം നൽകിയത്.